ബ്രിട്ടനിലെ വംശീയ കലാപം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും വലിയ തീവെപ്പുകളും കൊള്ളിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട വലിയ സങ്കീർണമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ബ്രിട്ടന്റെ തെരുവുകൾ മാറിയിരിക്കുന്നു. വംശീയമായിരിക്കുന്ന കലാപങ്ങൾ, ആക്ഷേപങ്ങൾ, പരിഹാസ്യങ്ങളൊന്നും ഇല്ലാത്തൊരു രാജ്യത്ത് പൊടുന്നനെ ഇത് ഉണ്ടാകുന്നു, അതങ്ങനെ രൂക്ഷമാകുന്നു, അത് ആളിക്കത്തുന്നു, ഗവൺമെന്റ് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ തരത്തിലേക്ക് ബ്രിട്ടൻ മാറിയത് എങ്ങനെ എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടതാണ്. ആ വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. എന്താണ് ബ്രിട്ടന്റെ കളം മാറ്റത്തിന്റെ കാരണം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ജാതീയപരമായിരിക്കുന്ന സംഘർഷാവസ്ഥയും വർഗീയപരമായിരിക്കുന്ന ചേരിതിരിവും ലോകത്ത് ഉണ്ടാക്കി കൊടുത്തത് ബ്രിട്ടനാണ്. അത് ഇന്ത്യ ബ്രിട്ടന്റെ കാലത്തെ അനുഭവിക്കുന്നു. ഏറെക്കുറെ ഇപ്പോഴും അതിന്റെ തുടർ ചലനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ജാതീയപരമായ രീതിയിൽ മനുഷ്യനെ വേർതിരിക്കാം എന്നും അവർക്ക് തമ്മിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടപെടലുകൾ നടത്താമെന്നും ലോകത്തിന് കാണിച്ചു കൊടുത്ത രാജ്യത്തിന്റെ പേര് ബ്രിട്ടനാണ്. അങ്ങനെയാണ് ഹിന്ദു മുസ്ലിം വർഗീയ കലാപവുമായിട്ട് ബന്ധപ്പെട്ടും അവർ തമ്മിലുള്ള ആശയപരമായ തർക്കത്തെ പ്രശ്നാതീതമായ രീതിയിലൊക്കെ മാറിയിരിക്കുന്നതൊക്കെ ബ്രിട്ടന്റെ കാലത്താണെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഇന്ന് സ്ഥിതിക്ക് മാറ്റം വന്നു. എന്താണോ അവരുണ്ടാക്കിയിരിക്കുന്ന കലാപ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ അത് തന്നെ ബ്രിട്ടനെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം 17 വയസ്സുകാരൻ 3 ചെറിയ കുട്ടികളെ കുത്തിക്കൊന്നു. കത്തിക്കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. ചെറിയ കുട്ടികളാണ്, 5-6 വയസ്സ്, അങ്ങനത്തെ കുറഞ്ഞ വയസ്സാണ്, കുറഞ്ഞ പ്രായമാണ് അതിൽ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ 3 കുട്ടികൾ കൊല്ലപ്പെട്ടു. അതോടനുബന്ധിച്ച് ഇത് മുസ്ലിം വിരുദ്ധ പ്രശ്നമായിട്ട് മാറ്റാൻ വേണ്ടി ചില ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയത് മുസ്ലിമാണ് എന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. അത് കേട്ടവാദി കേൾക്കാത്ത വാദി ജനങ്ങൾ പുറത്തിറങ്ങി. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധരായിരിക്കുന്ന വിഭാഗങ്ങൾ സംഘടിച്ചുകൊണ്ട് മുസ്ലിം പള്ളി ആക്രമിക്കുക, മുസ്ലിം മത സ്ഥാപനങ്ങളെ ആക്രമിക്കുക, വ്യക്തികളെ ആക്രമിക്കുക, ആ രീതിയിലേക്ക് പോവുകയും അത് പ്രക്ഷോഭമായിട്ട് മാറുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആദ്യഘട്ടത്തിൽ സാധിച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അന്വേഷണത്തിൽ കൃത്യമായ രീതിയിൽ അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു. അത് റുവാണ്ടയിൽ നിന്ന് ബ്രിട്ടനിൽ എത്തിയിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ യുവാവാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിദ്യാർത്ഥിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് ഇപ്പോഴും അതിനോട് അനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ശമനമില്ലാത്ത രീതിയിൽ അത് ആളിക്കത്തും എന്നുള്ള കാര്യം നമുക്കറിയാം. അതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്തെ മുഴുവൻ കീഴടക്കിയ ഒരു രാജ്യത്തിന്റെ പേരാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അവരിൽ നിന്നാണ് സംസ്കാരം ഉണ്ടാകുന്നത്, അവരിൽ നിന്നാണ് രാജ്യത്തിന്റെ ഏകോപനം ഉണ്ടാകുന്നത്, ഭരണഘടനാ സംവിധാനം ഉണ്ടാകുന്നത്. പല രീതിയിലും പല കുറിയൊക്കെ അവർ ലോകത്തോട് പറയുന്ന കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അവരിൽ ഇങ്ങനത്തെ ഇത്രയും ഒരു വംശീയപരമായിരിക്കുന്ന പ്രശ്നത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം ബ്രിട്ടൻ അങ്ങനെ ഒടഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കലാപവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെ ഈ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയും ബ്രിട്ടനും ഇത്തരം വംശീയപരമായിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും സാധാരണഗതിയിൽ മറ്റുള്ള രാജ്യത്തെ പോലെ ഉണ്ടാവാറില്ല. കറുത്തവനും വെളുത്തവനും തമ്മിൽ ഏറ്റുമുട്ടുന്ന പല സാഹചര്യങ്ങളും പല സ്ഥിതിവിശേഷങ്ങളൊക്കെ ഇതിനു മുമ്പൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. അവിടെയും ജാതീയപരമായിരിക്കുന്ന വിഷയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാറില്ലായിരുന്നു. എന്നാൽ ഇന്ന് ബ്രിട്ടന്റെ സ്ഥിതി അങ്ങനെയല്ല. ബ്രിട്ടനിൽ എന്ന് പറഞ്ഞാൽ പരമാവധി തൊഴിൽ മേഖല ഉള്ള ഒരു രാജ്യമായിട്ട് ബ്രിട്ടൻ മാറിയിരിക്കുന്നു. എല്ലാ മേഖലയിലും തൊഴിൽ മേഖലയ്ക്ക് മറ്റുള്ള രാജ്യക്കാരെ അവർ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലൊക്കെ 2020 ഈ 2010 ശേഷം ഏറ്റവും കൂടുതൽ തൊഴിലവസരം തേടിക്കൊണ്ട് ബ്രിട്ടനിലേക്ക് പോയ രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് എന്ന് രേഖപ്പെടുത്തിയതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ബ്രിട്ടന് പോലും അവര് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടാക്കിയ കലാപം അവരുടെ രാജ്യത്തേക്ക് വരുന്ന സമയത്ത് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ബ്രിട്ടൻ സർക്കാർ തന്നെ നിലംപൊത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മുസ്ലിം അഭയാർത്ഥി ആ രാജ്യത്ത് വന്നുകൊണ്ട് കൊലപാതകം നടത്തി എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന സമയത്ത് അതിനെ നിയന്ത്രിച്ചുകൊണ്ട് പ്രതിയെ കണ്ടെത്തി യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യം എന്താണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പോലും ബ്രിട്ടീഷ് ഗവൺമെന്റിന് സാധിക്കാത്ത വിധം സംഘർഷഭരിതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ മുസ്ലിം അഭയാർത്ഥികളും മുസ്ലിം വർഗീയതയും മുസ്ലിം തീവ്രവാദവും എന്ന പരാമർശമാണ് യഥാർത്ഥത്തിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. വലതുപക്ഷ തീവ്ര ചിന്താഗതിക്ക് ഉള്ള ആളുകൾ നല്ലൊരു വിഭാഗം ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്നു എന്നതിനാൽ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അത് മുസ്ലിങ്ങളുടെ പേരിൽ ആരോപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പല രാജ്യങ്ങളിലും ഉള്ളതുപോലെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ബ്രിട്ടനുണ്ട്.
അപ്പോൾ പഴയ പ്രൗഢിയും പഴയ ഗാംഭീര്യവും പഴയ ശക്തിയൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ ബ്രിട്ടന്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ബ്രിട്ടീഷ് ഗവൺമെന്റ് പോലും പരാജയപ്പെടുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം.